ധർമ്മപ്രമാണം. ധർമ്മപ്രമാണ வியூவர்ஸுக்கெல்லாம் ஒருக்காக கூட ஸ்வாகதம். ஆச்சாரிய இந்த மூல நட்சத்திரம் உள்ள பெண்குட்டிகளுக்கெல்லாம் பெண்குட்டில கல்யாணம் பண்ணிக்கப்படாதுன்னு அப்படியெல்லாம் நியமம் இருக்கு. அஸ்ட்ராலஜியில் எப்படியாக்கும் சொல்றது இந்த പല നിയമങ്ങളും അല്ലെ നിയമങ്ങളെന്ന് ചൊല്ലാൻ പറ്റാത്ത പല വാക്കുകളും ഒരു അടിസ്ഥാനവും ഇരിക്കാതെ അത് അസ്ട്രോളജിയുമായിട്ടായാലും ശരി ധർമ്മശാസ്ത്രമായാലും ശരി ഒരു അടിസ്ഥാനമേ ഇരിക്കാതെ ചുമ്മാ അടിച്ചു വിടുന്നത് ഓരോ വാക്കുകൾ അത് കേൾപ്പാങ്കിലെ ഇത് കേൾപ്പാങ്കിലെ മൂലത്തിരുന്ന പൊണ്ണ കല്യാണം പെണ്ണ മാമിയാർ മുക്കില അപ്പടി ഒരു ചുമ്മാ ഒരു പഴഞ്ചൊല്ല്. അപ്പൊ ഇതെല്ലാം പണ്ടത്തെ കാലത്തില് അതായത് പഴയ കാലങ്ങളിലെല്ലാം മാട്ടുപൊണ്ണുകളെ ഒരുപാട് വഴിയെടുപ്പാ പല കാര്യങ്ങളിൽ. അന്നങ്ങനെ ആധിപത്യം വരുന്നത് മാമിയാന്മാർക്കാനാലും അപ്പൊ കുടുംബത്തിലെ എല്ലാവർക്കും. അപ്പൊ அந்த ആധിപത്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവളെ ഒരു കുറ ചൊല്ലறதுக்கு വേണ്ടി എന്നാതെ ഒരു കുറ്റം ചൊല്ലണമേ എന്നത്തെ ചെയ്താലും നടന്നിരിക്കാതെ. അപ്പൊ എന്നത്തെ ആ ഒരു കുറ്റം ചൊല്ലறதுக்கு വേണ്ടി വേറൊന്നും കിടക്കേണ്ട. അവസാനം പിറന്ന നക്ഷത്രത്തെ പറ്റി മൂലം പിറന്ന് പൊണ്ണും മൊക്കെ മാമിയാർ മൊക്കെ അപ്പടി എന്നത്തെ അവളെ കുറ്റം ഇപ്പടിയാക്കി ഇരിക്ക്. ഇത് പഠിച്ചു വന്നപ്പോ എല്ലാം കാണുന്നത് ഇതേ ഒരു വിധിതാൻ, അതായത് ഇതൊരു വാക്കുതാൻ കാണുന്നത് നടത്താം. പ്രമാണമായിട്ട് അസ്ട്രോളജിയിലെയോ ധർമ്മശാസ്ത്രത്തിലെയോ ഇല്ലേ കാശി ഋഷിപ്പുറത്തെ കല്പത്തിലെയോ എങ്കേയുമേ അത്ര കല്പത്തിലെയോ ഒന്നുമില്ലേ, ഒരിടത്തിലും ഇല്ലേ ഇതേപ്പറ്റി. അപ്പോ അസ്ട്രോളജിയെ പുറത്തു വരിക്കും ചില നക്ഷത്രങ്ങൾക്ക് ചില ദോഷങ്ങളുണ്ട് പുറത്തു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അന്ന് പരിഹാരം പണ്ടി കഴിഞ്ഞാൽ അന്ന് കുഴന്തകൾ സൗഖ്യമായിരിപ്പാന്നുള്ളത് ഒരു വിധിയിருக்கு. അപ്പൊ ഇത് നമ്മളെല്ലാം തെറ്റാതിരിച്ചിട്ട് എന്നത്തെ ചൊന്നാലും അത് നെഗറ്റീവ് പോയിന്റ് മാത്രം താൻ ആദ്യം വരും. പോസിറ്റീവ് அந்த மைண்ட் வந்து வரவே செய்யாது. അപ്പൊ അതിൽ വരെ തപ്പാത്തത് അപ്പടിയൊരു വിധി ആസ്ട്രോളജിയിലെ ജ്യോതിശാസ്ത്രത്തിൽ ഇല്ലവേ ഇല്ലേ. മൂലം പുറത്ത് അപ്പടി ചൊല്ലി കഴിഞ്ഞാൽ മൂലത്തിലെ ഇപ്പോ ഒരു സിസേറിയൻ നടക്കുന്നത് ഇല്ല ഒരു സുഖപ്രസവം നടക്കുന്നത് മൂലത്തിലേക്ക് ഒരു കുഴന്ത പുറക്കം പോകുന്ന നാളേക്കും പ്രസവം ചൊല്ലിക്കഴിഞ്ഞാ മൂലത്തിൽ വേണ്ട അടുത്ത ആളേക്ക് പുറത്താപ്പോഴും ചൊല്ലുകളാ അതൊന്നും ചൊല്ലാൻ പറ്റാതെ അതെല്ലാം ഭഗവാനോട് ഇതാകും. അപ്പൊ അപ്പടിയൊരു വിധിയല്ലേ. അതിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മൾ ശാസ്ത്രത്തെ പറ്റി ശരിയാ മനസ്സിലാക്കി ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കിയിരിക്കും. അതിൽ വന്ന ഒരു വിധിയാക്കത് അപ്പടി ഒരു വിധിയേ കിടയാതെ ആസ്ട്രോളജിയില്. അതുതാണ് അതൊരു ശാസ്ത്രവും വിധിയും